ഇടനാടി അതിൻ്റെ ഡയഗ്രാം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് അവിടെ ആൾറെഡി ഉദാഹരണം ഞങ്ങൾ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സെൻറ്റർ ഫോർ കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നാഡി ചാനൽ കാതിനാണ്. നിങ്ങൾക്ക് ആൾറെഡി ഒരു ഇത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്തോന്ന്, എർത്ത്, സ്മെല്ല്, നോസ്. മൂലാധാരം, എർത്ത്, സ്മെൽ, നോസ്. സ്വാദിഷ്ഠാനം, വാട്ടർ, വേറെന്തോന്ന്, വാട്ടർ, മറ്റേ സ്വാദ്, ടങ്. അപ്പോൾ മൂലാധാരം, എർത്ത്, സ്മെല്ലിൽ നിന്ന് പോകുന്ന നാഡി ചാനൽ മൂക്കിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ടേസ്റ്റ്, നാക്കിൽ പോകുന്നു. ജിഹ്വ എന്ന് പറയുന്ന നാഡി. ഇപ്പോൾ മറ്റേത് അഗ്നി, അതിന് വന്ന് രൂപം, അതിന് കൂർമ്മൻ വഴി കാന്താരി, പുരുഷൻ രണ്ടും. ഇപ്പോൾ ഇടകല. ഇനി അടുത്ത വിശുദ്ധിയിൽ നിങ്ങൾക്ക് വിശുദ്ധി ആക്ടിവേഷൻ പ്ലസ് ഉദാന ആക്ടിവേഷൻ പ്ലസ് വന്ന് കാതിന് പോകുന്നത്. കാതിന് പോകുന്ന നാഡിയുടെ പേര് അസ്ഥി ജീവ എന്ന് പറയുന്ന നാഡി. അത് സാൻസ്ക്രിറ്റിൽ അസ്ഥി, ചില ആയുർവേദത്തിൽ അസനീയ നാഡി എന്ന് പറയുന്നുണ്ട്. അസനീയ നാഡി അസ്ഥിയല്ലേ? ചില സരയോഗാല അസ്ഥി ജീവ ആയുർവേദ മർമ്മ മസാജിലാണ് അസനി നാഡി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റൂട്ട് ഡയഗ്രാം വർമ്മ ടെക്സ്റ്റിൽ, നിങ്ങളിപ്പോൾ വേറെ വർമ്മ ടെക്സ്റ്റിൽ ഉള്ള ഇതൊക്കെ നോക്കിയിരിക്കും. മറ്റേ ഇങ്ങനെ കണ്ണൻ രാജാറാമുടെ ഒക്കെ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ്. അത് ബാക്കിലും ഫ്രണ്ടിലൊക്കെ പോകുന്നത്. നമുക്ക് സരയോഗ പടി സിമ്പിൾ. നിങ്ങൾ ആൽ വർമ്മ റൂട്ട്സ്. ആയുർവേദത്തിലും അത് അങ്ങനെ തന്നെ പറയുന്നത്. സിമ്പിളാവുള്ളതാണ് പറയുന്നത്. ആയുർവേദത്തിലും സിമ്പിളാവുള്ളത് തന്നെ പറയുന്നത്. ഇപ്പോൾ ഞാൻ വന്ന് സിദ്ധ വർമ്മ ഓയിൽ മസാജ് എന്ന ബുക്ക് ഇനി 2 ദിവസത്തിൽ അപ്ലോഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് മറ്റേ ഈ മസാജ് നിങ്ങൾ ടേബിളിൽ ബാക്ക് മസാജ് ചെയ്യുന്ന പടം ഉണ്ടെങ്കിൽ അയച്ചു തരിക. അത് ഒരു 5-6 പടം ഇട്ടാൽ ആ പടം ഇല്ല. ബാക്ക് സൈഡ് ഇങ്ങനെ ബാക്ക് മസാജ് ചെയ്യുന്നത്, ഫ്രണ്ട് മസാജ് ചെയ്യുന്ന പടം ഉണ്ടെങ്കിൽ 2 പടം വേണം അയക്കുക. അതുപോലെ നിങ്ങളിത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ കളരി മർമ്മ ഓയിൽ മസാജ് എന്ന് വല്ല ബുക്കുണ്ടോ? കളരി മർമ്മ മസാജ് ഇതൊന്നും ഉണ്ടോ? അത് ആര് എഴുതിയതാണ്? ശ്രീധരൻ നായർ. ശരി, റൈറ്റ്. എന്നുവെച്ചാൽ ഇന്നലെ ഒരു സീനിയർ അങ്ങേര് വന്ന് മർമ്മ മസാജ് ചെയ്യാണ്. 72 years ട്രിവാൻഡ്രത്ത്. പക്ഷേ അങ്ങേര് പഠിച്ചത് ആയുർവേദ മസാജ് ആണ് പഠിച്ചത്. പക്ഷേ അങ്ങേര് കളരി മർമ്മ മസാജിൻ്റെ ഡീറ്റെയിൽസ് ഇംഗ്ലീഷിലുണ്ടാവും ചോദിച്ചു. ഇംഗ്ലീഷിലില്ലല്ലോ? ഇംഗ്ലീഷിലുണ്ടോ? മലയാളത്തിൽ നിങ്ങൾ എത്ര വലിയ ബുക്ക്, എത്ര വലുതായിരിക്കും? അതെങ്ങനെയാന്ന് നോക്കുക. എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ നല്ലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യണം. അതിനെ പറ്റിയ ഒരു സെറാക്സ് എടുത്ത് അയച്ചു തന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ ബുക്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചോളാം. ഓക്കെ? അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ നോക്കി പറയുക. ഈ പടം 2 വേണം. സോ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സിദ്ധ ആയുൽ മർമ്മ മസാജ് അതിരിക്കട്ടെ. അപ്പോൾ ആയുർവേദത്തിലും ശരി സരയോഗാവിലും ശരി എല്ലാ നാഡി ചാനലും ഫസ്റ്റ് ആയുർവേദത്തിൽ പറയുന്ന ആൾ നാഡി ചാനൽസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം കുണ്ടലിനി എന്നാണ് പറയുന്നത്. അപ്പോൾ സിദ്ധാവിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ ചില ബുക്കുകളിൽ എല്ലാ നാഡി ചാനലും മൂലാധാരത്തിലുള്ള ഉറി നാഡി എന്ന് ഒന്നുണ്ട്. ഉറി നാഡി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആരും ഉറി കെട്ടുന്നില്ല. ഉറി കെട്ടുമ്പോൾ ഇങ്ങനെ അടിയിൽ ഒരു റൗണ്ട് ഇരിക്കും. അപ്പോൾ റൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ കെട്ടി തൊങ്ങാവിട്ടിരിക്കും. കണ്ടിട്ടുണ്ടോ? അതേമാതിരി ഒരു മൂലാധാരത്തിൽ ഒരു ഉറി നാഡിയുണ്ട്. അതിൽ നിന്നാണ് എല്ലാം വരുന്നതെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ചില ബുക്കിൽ
ഒരുപാട് നാഡികൾ സ്വാധിഷ്ഠാനത്തിൽ നിന്ന് വരുന്നെന്നും ചില അനാഗതത്തിൽ തന്നെ വരുന്നെന്നും പറയുന്നു. പക്ഷേ ഈ മുറി നാഡി അല്ലെങ്കിൽ കുണ്ടലിനിയിൽ നിന്ന് വരുന്ന തന്നെ എല്ലായിതും എടുക്കാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ അത് ഡയഗ്രാമിൽ നോക്കുമ്പോൾ അതാണ് കറക്റ്റ്. എനിവേ, അപ്പോൾ ഈ നാഡി നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇത് കുണ്ടലിനിയിൽ നിന്ന് മൂലാധാരത്തിൽ നിന്ന് എല്ലാ നാഡി തിരിച്ചാലും ചില മാക്സിമം നാഡി അബ്ഡാമൻ ലെവലിൽ ഔട്ടറായിട്ട് വർക്കാവും. എന്തോന്ന് അബ്ഡാമൻ ലെവലിൽ ഔട്ടറാ വർക്കാവും. അതേമാതിരി വിശുദ്ധിൻ്റെ അപ്പുറത്തും ഔട്ടറാ വർക്കാവും. വിശുദ്ധിൻ്റെ അപ്പുറത്തും ഔട്ടറാ, ഇത് അകത്തോട്ടാണ് പോകുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ നാഡി ചാനൽസ് they are connected with the parasympathetic nervous system in the abdomen level and above വിശുദ്ധി. മറ്റേ അകത്ത് പോകുമ്പോൾ they are connected with the sympathetic nervous system ആണ്. അതാണ് കാരണം. പക്ഷേ അതുകൊണ്ടാണ് എല്ലാ നാഡിയും മൂലാധാരത്തിൽ നിന്ന് സ്റ്റാർട്ടിങ് തന്നെ അത് അപ്പോൾ അബ്ഡാമിനിൽ വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ വേറെ ആയിരിക്കും. അബ്ഡാമിനിൽ വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ, അവിടെ പുറത്ത് വരുമ്പോൾ ഫങ്ഷൻ വേറെ. വിശുദ്ധിയിൽ നമ്മൾ ഇത് കണക്ട് ചെയ്ത് വിശുദ്ധിൻ്റെ ശേഷം ഇത് ഓടുന്നതാണ് കാതിന് ഓടുന്നത്. ഒരു നാഡി ചാനൽ അത് വെറും കാതിന് തന്നെ ഓടുന്നത് അല്ലെങ്കിൽ വെറും കണ്ണിന് തന്നെ വരുന്നെന്നുള്ളതല്ല. നമുക്ക് ആവശ്യം ഇതുള്ളത് കൊണ്ട് ആ ആധാരത്തിൽ കണക്ട് ചെയ്താൽ ഇപ്പം മറ്റേ കൂർമന കൊണ്ട് അതിൽ കണക്ട് ചെയ്താൽ കണ്ണിന്, ഇതേമാതിരി വിശുദ്ധിയിൽ അസ്ഥിയെ കൊണ്ട് കണക്ട് ചെയ്താൽ അത് റൈറ്റ് കാതിന് പോകുന്നുണ്ട്. ഇതാണ്. പക്ഷേ കോംപ്ലിക്കേറ്റഡ് അത് ബാക്കിൽ പോകുന്ന അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും ഫീലാവുന്നത് ഇതാണ് ഫീലാവുന്നത്, വേറെ എവിടെയും ഫീലാവുന്നില്ല. സോ ആ ഫോർമുല നോക്കുമ്പോൾ കാതിന് ആകാശം, ശബ്ദം, അതിൻ്റെ ഇത് കാതിന് പോകുന്നു. അപ്പോൾ കാതിന് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റൈറ്റ് കാതിന് പോവുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട് ലലാട ദക്ഷരൂപ അസ്ഥി ജീവ അല്ലെങ്കിൽ അസ്ഥി ആത്മനേ സ്വാഹ അങ്ങനെയെന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ എനർജി ഫ്ലോ കാതിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് കാതിലോട്ട് ഫ്ലോ ആവുന്നത് അറിയാം. അസ്ഥിയിൽ നിന്ന് ഇപ്പോൾ ഫ്ലോ ആവുന്നത് അറിയാം. അപ്പോൾ ഇതിൽ എന്തെന്ന് വെച്ചാൽ കാത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചില വയസ്സായവർക്ക് എങ്ങനെയും ഒരു 5% 10% കാതിൽ കമ്മിയാതെ തന്നെ കേൾക്കാം. അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ നിങ്ങളുടെ ഏജിൽക്കാരെല്ലാം ഫുള്ളായിട്ട് ഫീലാവും. ഏജിങ് വരുമ്പോൾ പെർസെൻറ്റേജ് കുറയും. അവർ വിചാരിക്കും ഇത് തന്നെ സൗണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അവരൊക്കെ ഇത് ചെയ്താൽ ഉടനെ ആ കാത് അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നത് അറിയാം. കപ്പാസിറ്റി അത് ഞാൻ പല സ്ഥലത്തും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഡ്യൂ ടു ഏജിങ് ദ പെർസെൻറ്റേജ് ഓഫ് ഹിയറിങ് കുറയുന്നത്. ഈ എക്സസൈസ് ചെയ്ത് 24 മിനിറ്റ്സിനകം അവർക്ക് ഉടനെ റേസ് ആവുന്നത് ലാസ്റ്റ് മന്തും ഒരാളിനെ ഞാൻ ടെസ്റ്റ് ചെയ്തു വരുന്നുണ്ട്. അതേസമയം മറ്റെവിടെയായിട്ട് നിങ്ങൾക്ക് ഇയർ ഇംബാലൻസ് എന്നൊന്നുണ്ട്. ഇയർ ഇംബാലൻസ് അത് വേറെ. ഹിയറിങ് ഇംബാലൻസ് എന്നുണ്ട്. അത് ഡ്യൂ ടു അത് വാദത്തിൽ വരുന്നതാണ്. ഹിയറിങ് അത് തന്നെ നിങ്ങൾക്ക് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്നൊന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാം. ബെൽസ് പാലിസി ഇതൊക്കെ. ഇപ്പോൾ ഇത് ഓൺലി കാതിനാണ് പോകുന്നത്. കാതിന് പോകുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് പ്രഷർ വരും. പെട്ടെന്ന് ഈ കാത് ഓപ്പൺ ആയതുമാതിരി ഇരിക്കും. ഇപ്പോൾ 95% ഉള്ളവർക്ക് അത് 100 ആവും. അത് ഉദാഹരണം നിങ്ങൾക്ക് ഫീലാകണമെങ്കിൽ ഫ്ലൈറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടോ? അപ്പോൾ പോയിട്ട് വരുമ്പോൾ അവിടെ ഹൈറ്റിൽ പോകുമ്പോൾ കുറച്ച് കാതടയ്ക്കും. തിരിച്ച് ഇറങ്ങി നിങ്ങൾ വരുമ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ കാത് തുറക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കാരണം ഇതാണ്, പ്രഷർ ഡിഫറൻസ് ആണ്. ഹൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ നേസൽ ക്യാവിറ്റിയിൽ ഇവിടെ ഉള്ള പ്രഷർ മുകളിൽ പോകുമ്പോൾ പ്രഷർ കുറയുമ്പോൾ വെച്ചാൽ ആ ഇയർ ഡ്രം ഔട്ട്വേർഡായിട്ട് തള്ളുമ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പെയിൻ വരും. ചെറിയ കുട്ടികൾ പെയിൻ കരയും. കാരണം വെച്ചാൽ അത് പെയിൻ താങ്ങാൻ പറ്റില്ല. വലിയ ആളവർക്ക് പെയിൻ വരില്ല, പക്ഷേ ഡിമ്മാവും. അത് 5% 10% ഡിമ്മാവും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ താഴെ വരുമ്പോൾ ഓപ്പൺ ആകുമ്പോഴാണ് നോർമൽ. ഇപ്പോൾ തന്നെ നോർമലായി.
അപ്പോൾ ഇത് ഈ എയർ ബോത്ത് സൈഡ്സ് ആ പ്രഷർ നോർമലാകുമ്പോൾ ഹിയറിംഗ് കപ്പാസിറ്റി ഫുള്ളായിട്ട് റെസ്റ്റോർ ആവും. മനസ്സിലായോ? ശരി, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് പുറത്ത് ഇറങ്ങി 10 മിനിറ്റ് ആയിട്ടും നിങ്ങൾക്ക് വന്ന ആ കാത് നോർമലായില്ല, എന്ത് ചെയ്യും? ഒരു ച്യൂവിങ് ഗം വാങ്ങിച്ച് തിന്നാൽ മതി. ച്യൂവിങ് ഗം ഇങ്ങനെ ചവയ്ക്കുമ്പോൾ അത് കറക്റ്റ് ഇയറിൻ്റെ ബാലൻസ് ആവും. ഇയറിൻ്റെ ഉള്ള ഇയർ ഡ്രം ബാലൻസ്. ച്യൂവിങ് ഗം ഇട്ടാൽ ഉടനെ ഓപ്പൺ ആവും. ചില ആളുകൾക്ക് അതുകൊണ്ട് ച്യൂവിങ് ഗം പുറത്ത് ഇറങ്ങിയാൽ ഉടനെ ച്യൂവിങ് ഗം ഇട്ടാൽ ഉടനെ ഓപ്പൺ ആവും. കാരണം വെച്ചാൽ ഈ നിങ്ങളുടെ അലവ് ഇങ്ങനെ അസൈനല്ലോ, അതിൽ ഇയർ ബാലൻസ് ഉണ്ട്. ഇതേമാതിരി നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ഇപ്പോൾ നിങ്ങളുടെ വയസ്സിന് അത് ഒരു വയസ്സ് കഴിക്കണം, പെട്ടെന്ന് അവർക്ക് 5% 10% ഹിയറിംഗ് ഇമ്പാകുമ്പോൾ സെയിം എഫക്റ്റ് ഉണ്ടാവും. എന്തോന്ന് നീ എയർപോർട്ടിൽ പോയാൽ ഇതെന്ത് പറയുന്നത്, അത് എഫക്റ്റ്, അതാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് നിങ്ങൾ ഇത് ഇപ്പോൾ വന്ന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്കിപ്പോൾ അറിയാം.